അംഗൻവാടികളിൽ പ്രവേശനോത്സവം നടന്നു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായി അങ്കണവാടികളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാനത്താകമാനം നടന്ന പ്രവേശനോത്സവത്തിൽ ചെറുപുഴ പഞ്ചായത്ത് തല പ്രവേശനോത്സവം ചെറുപുഴ അങ്കണവാടിയിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വഭാവം രൂപീകരിക്കുന്നത് 5 വയസ്സ് വരെയുള്ള ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം ബുദ്ധിപരമായ വികാസമെല്ലാം സംഭവിക്കുന്നത് വീട് കഴിഞ്ഞാൽ അടുത്ത അംഗൻവാടിയാണ്. അപ്പം വളരെ അവരുടെ നല്ല ഉത്തമ പൗരന്മാരാക്കി നാളുകളിൽ വളരാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവെപ്പാണ്. അതുകൊണ്ട് നമ്മളെല്ലാം അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ മുത്തുമണികളെയാണ് നമ്മൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നമ്മുടെ അംഗൻവാടിയിലോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ പ്രാധാന്യമുള്ള വീട് കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് അംഗൻവാടി എന്ന് പറയുന്നത്. ഈ അംഗൻവാടിയെ പറ്റി പറയുമ്പോൾ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ വളരെ ഒത്തിരി കുട്ടികൾ ചെറുപുഴ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അംഗൻവാടിയാണിത്. ഏറ്റവും മികച്ച മാതൃകാപരമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് സീനിയർ ടീച്ചറും അതിൻ്റെ ഹെൽപ്പർ അടക്കമുള്ള ഏറ്റവും മികച്ച രീതിയിലാണ് ഇവിടുത്തെ കുട്ടികളെ പരിപാലിക്കുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത്. നമുക്കത് വളരെ അഭിമാനമുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മാതൃക അംഗൻവാടിയായിട്ട് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന അംഗൻവാടിയാണ് നമ്മുടെ ഈ ചെറുപുഴ അംഗൻവാടി. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവേശനോത്സവം നമ്മുടെ ഈ ചെറുപുഴ അംഗൻവാടി വെച്ച് അതിൻ്റെ വലിയ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു അധ്യക്ഷത വഹിച്ചു. അങ്കണവാടി ടീച്ചർ സീനത്ത് അബൂബക്കർ സ്വാഗതം പറഞ്ഞു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ ഓരോരുത്തരെയും വളരെയധികം സ്നേഹത്തോടെയും ബഹുമാനത്തോടുകൂടെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്കണവാടി സൂപ്പർവൈസർ പി ഗീത, ആശാ വർക്കർ അജിത, ഹെൽപ്പർ എം ഗീത എന്നിവർ പ്രസംഗിച്ചു. അംഗൻവാടിയിലെത്തിയ കുരുന്നുകളെ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും നൽകിയാണ് സ്വീകരിച്ചത്. കുട്ടികളെ നമുക്കറിയാം, 1975 ഒരു മരണസമാജത്തിൻ്റെ കീഴിൽ തുടങ്ങിയതായിരുന്നു. അന്ന് ബാലവാടിയായിരുന്നു. 30 ഘട്ടത്തിലേക്ക് നമ്മളത് പഞ്ചായത്ത് ഏറ്റെടുത്ത് അംഗൻവാടിയിൽ മാറിയിരിക്കുന്നത്. ഇന്നൊരു മാർഗ അംഗൻവാടിയായിരുന്നു നമ്മുടെ ചെറുപുഴയിൽ. അന്ന് തൊട്ട് നല്ല പ്രവർത്തനങ്ങളും അതുപോലെ കമ്മിറ്റി അംഗങ്ങൾ നല്ലൊരു പ്രവർത്തന രീതി കൊണ്ട് നമുക്കൊരു മാതൃക അംഗൻവാടിയാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അന്നും ഒരുപാട് കുട്ടികളിലെ ഒരു അംഗൻവാടിയാണ്. തുടർന്നും ഇപ്രാവശ്യം നമുക്കൊരു വർഷം 20ഓളം കുട്ടികൾ നമ്മുടെ ഈ അംഗൻവാടിയിൽ നിന്നും വിവിധ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.